ഒരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിൽ പറയാമെങ്കിലും ലെങ്ത് വളരെ കൂടുതലാണ്. BGM തീരെ ക്യാച്ച് ചെയ്യുന്നില്ല, സോങ്സും തീരെ അപ്പീലിംഗ് അല്ല. ഒരു 5 ചോദിക്കാൻ ഒരു 2.5 മേലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു തമിഴ് ചിത്രമായിട്ടാണ് ഒരു വിജയ് ചിത്രം എന്ന് പോലും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയിലാണ് ഗോട്ടിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഗോട്ട് എന്ന സിനിമ നമ്മൾ ട്രെയിലർ വന്നപ്പോഴും ടീസർ വന്നപ്പോഴും ഇത് വളരെ ലോ ഹൈപ്പായിരുന്നു ഈ മൂവിക്ക്. കാരണം നമുക്ക് ആ ഒരു സാധാരണ വിജയ് മൂവിക്ക് ഉണ്ടാകുന്ന ഒരു വൻ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായില്ല. സിനിമയുടെ ഔട്ടും ഏകദേശം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പടത്തിൽ മൊത്തത്തിലുള്ള സോങ്സും അത് വളരെ ഒരു വിജയ് സിനിമയുടെ മൂവിയുടെ ലെവലിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം, തമിഴ്നാട്ടിലെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിനെതിരെ എന്തായാലും അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്തരമൊരു ആക്ഷൻ എൻ്റർടൈനർ, മസാല എൻ്റർടൈനർ വേണ്ട രീതിയിലുള്ളൊരു ഗൂസ് ബംസ് മൊമെൻറ്റ്സിലൊക്കെ BGM വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് തോന്നിയത്. പിന്നെ ഡി-ഏജിങ് കാണിക്കുന്നുണ്ട്. ഓൾഡർ വിജയ്, യങ്ങർ വിജയ് കാണിക്കുന്നുണ്ട്. അപ്പോൾ യങ്ങർ വിജയുടെ ചില സീനുകൾ നമുക്ക് ക്ലോസപ്പിൽ കാണിക്കുമ്പം ശരിക്കും അത് ടെക്നോളജി ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത അത്ര ഒരു ബോറാണെന്ന് പറയില്ല. പക്ഷേ മെയിനായിട്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും ആ സംഭവം നമ്മൾ ഈ പടത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നതും പാട്ടുകളുടെ പ്ലേസ്മെൻറ്റും കൊണ്ട് വളരെ ഡെഡായിരിക്കുന്ന സമയത്താണ് ക്ലൈമാക്സ് വന്നത്. ക്ലൈമാക്സിലെ ഒരു 10-20 മിനിറ്റോളം ലാസ്റ്റ് നല്ല ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. മൊത്തത്തിൽ ഈ സിനിമയുടെ ടൈമിങ് കൂടിയത്, അതുപോലെ BGMൻ്റെ ഒരു അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയത് സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് തന്നെ. കൊടുത്ത ഹൈപ്പ് പടത്തിൽ വന്നിട്ടില്ല. അതായത് വിജയുടെ അവസാനത്തെ പടമാണ്, അതായത് 1000 കോടി അടിക്കും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പടം ഇല്ല. ഇത് എന്താ പറയുക, സ്റ്റോറി വൈസൊക്കെ കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ BGM എനിക്ക് ഇഷ്ടപ്പെട്ടു. BGM ഒക്കെ കിട്ടുന്നതായിട്ട് വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ BGM ഒക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ പടത്തിലും മെയിനായിട്ടൊരു 3 പാട്ടുകളുണ്ട്. 3 പാട്ടുകൾ എന്ത് കാര്യത്തിനാണ് ആ പടത്തിൽ കുത്തിക്കയറ്റിയെന്ന് ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ല. കാരണം സന്ദർഭമായിട്ട് ഒട്ടി യോജിക്കാത്ത പാട്ടുകളാണ് 3 അതായത് ഒരു തെണ്ടി തീം വന്നു, നേരെ വന്നു ഒരു അടിച്ചുപൊളി പാട്ട്, അടുത്ത തെണ്ടി തീം വന്നു, അത് കഴിഞ്ഞ അടിച്ചുപൊളി പാട്ട്. ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ പാട്ട് കുത്തിക്കയറ്റിക്കണമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അതൊരു വൺ ടൈം വാച്ചുകൾ പോയി, അങ്ങനെ വേണം പറയാൻ. പിന്നെ സ്നേഹ പിന്നെ യുവൻ ശങ്കറാടി മ്യൂസിക് ഒരു ആവറേജായിട്ട് ഒത്തിരി ഇതായിട്ട് തോന്നി. BGM പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. ഈ വിജയുടെ റീസെൻ്റ് പടങ്ങളിലൊക്കെ അനിരുദ്ധ് ചെയ്യുന്നുണ്ട്. ആ ഒരു അനിരുദ്ധിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു മ്യൂസിക് കിട്ടിയിട്ടില്ല എന്ന് പറയാം. പിന്നെ കുറച്ച് തിരക്കഥയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ്, അധികം ഇതാകരിക്കത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇടയ്ക്കൊക്കെ ഇതാകുന്നില്ല, ഒരുപാട് ഇതാകുന്നില്ല. ഞാൻ ഈ മാസ് മസാല കൂടെ ഇഷ്ടപ്പെടുന്ന ആളായത് മറ്റു കുഴപ്പമില്ല. പിന്നെ 1-2 ക്യാമിയോ പൊളിച്ചിട്ടുണ്ടോ? ഓ, ഞാനത് ഭയങ്കര പടം കാണാൻ. എൻ്റെ ഇതുവരെ കേൾക്കുന്ന റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് അല്ലേ? ഓക്കെ. എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.